ഹായ് എവരിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ADHD എന്നതിനെ കുറിച്ചാണ്. എന്താണ് ADHD, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ ADHD ഉണ്ടാകാനുള്ള കാരണം, അതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും എഴുതി ചോദിച്ചൊരു ടോപ്പിക്കാണ് എന്താണ് ADHD. ADHD എന്നത് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇറ്റ്സ് എ കോമൺ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എൻ്റെ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ഫോക്കസ് ഇല്ലായ്മയുണ്ട്, കോൺസെൻട്രേഷൻ കുറവുണ്ട്, ഭയങ്കര കുസൃതിയാണ്, വികൃതിയാണ്, ഇതൊക്കെ ADHDയുടെ ലക്ഷണങ്ങളാണോ എന്നാണ്. ഇതെല്ലാം ADHDയുടെ ലക്ഷണങ്ങളല്ല, നമുക്കൊക്കെ അറിയാം. കുഞ്ഞുനാളിൽ നമുക്കും എല്ലാവർക്കും കുസൃതികളും വികൃതികളും ഒക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ കുസൃതികളും വികൃതികളും ഒക്കെ ഒരു ലിമിറ്റ് കടന്ന് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ ആ കുഞ്ഞിനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ADHD ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ആണി വെച്ചതുപോലെ എപ്പോഴും ഈ തുള്ളിച്ചാടിക്കൊണ്ട് ഒരിക്കലും ഒരിടത്ത് 5 മിനിറ്റ് കൂടുതൽ ഇരിക്കില്ല. അവർക്ക് ഫോക്കസ് ഇല്ലായ്മയായിരിക്കും. എന്ത് കാര്യങ്ങൾ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പഠിക്കാൻ ഒരു കാര്യം കൊടുക്കുകയാണ്, അവർ വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ, വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവും. ഒരു കുഞ്ഞു സൗണ്ട് മതി, കുഞ്ഞു സൗണ്ടോ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അപ്പുറത്തോ ഇപ്പുറത്തോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് അതിൽ ശ്രദ്ധിച്ചിരിക്കും, ഈ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കുഞ്ഞിനെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ എന്തെങ്കിലും പറഞ്ഞേക്കുകയാണെന്ന് വിചാരിക്കും. നമ്മളൊരു 5 സാധനം വാങ്ങിക്കാൻ പറഞ്ഞേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി സാധനങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി, അത്രയും മറവിയായിരിക്കും. നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തേക്കുന്ന സാധനങ്ങൾ, ഒരു ലഞ്ച് ബോക്സ് ആയിക്കോട്ടെ, ഒരു വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, ഒരു അമ്പർല ആയിക്കോട്ടെ, ഒരു ചെറിയ പെൻസിലോ സ്കെയിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, സ്കൂളിൽ നിന്ന് വരുമ്പോൾ തിരിച്ചെടുക്കാൻ മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ. മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ഭയങ്കരമായ ഹൈപ്പർ ആക്ടിവിറ്റി ബിഹേവിയർ എന്ന് വെച്ചാൽ എന്തിനും പെട്ടെന്ന് പ്രതികരിക്കുക, വാശി കാണിക്കുക, അമിതമായ കുസൃതികൾ കാണിക്കുക, ഒട്ടും ഒരിടത്തും ഇരിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. പ്രധാനമായ ADHD 3 ടൈപ്പാണുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്, രണ്ടാമത്തേത് പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ടൈപ്പ്, മൂന്നാമത്തേന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ടൈപ്പ് ആയിരിക്കും, പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ആൻഡ് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്. അതിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞു തരാം, പ്രിഡോമിനന്റ്ലി ഇൻആക്റ്റീവ് ടൈപ്പ്. ഇവരെ നമ്മൾ ഡേ ഡ്രീമേഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പെൺകുട്ടികളിലാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടികളിലാണെന്ന് വെച്ചാൽ ആൺകുട്ടികളിൽ അത് ഇല്ലാന്നല്ല, കൂടുതൽ അതിന്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് ആയിട്ടിരിക്കുന്നത്, ഡേ ഡ്രീമേഴ്സ് ആയിട്ടിരിക്കുന്നത് പെൺകുട്ടികളിലായിരിക്കും. പെൺകുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. 6 ഇയേഴ്സ് തൊട്ട് 12 ഇയേഴ്സ് വരെ ഇവരിങ്ങനത്തെയുള്ള സിംറ്റംസ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധയില്ലായ്മ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മൾ എന്തെങ്കിലും ടാസ്ക് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവുക, 5 മിനിറ്റ് കൂടുതൽ അവരുടെ ശ്രദ്ധ അതിൽ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം ഇവർ ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള ടൈപ്പാണ്. ഇവരെ എന്തെങ്കിലും ടാസ്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ചെയ്യില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ടൈപ്പ്. ഇതെന്ന് പറയുന്നത് 2 ഫോംസ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഇമ്പൾസിവിറ്റിയും ഉണ്ടാവും. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒട്ടും കുസൃതിയും വികൃതിയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഒട്ടും കുറച്ച് മുള്ളാണി കുത്തിയതുപോലെ എപ്പോഴും തുള്ളിച്ചാടി നടക്കുക, ഒരിക്കലും ഒരിടത്തും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും വീടുകളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സോഫയിൽ കയറി ബഹളം കാണിക്കുക, അവരുടെ ബെഡ്റൂമിൽ പോയിട്ട് അവരുടെ ബെഡിൽ കയറിയിട്ട് ചാടി തുള്ളി കളിക്കുക. നമ്മൾ എവിടെയെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികൾ പാരൻസ് പറയുന്നത് കേൾക്കില്ല, അവരെന്തെങ്കിലും വാശി പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തില്ല, നിലത്ത് കിടന്ന് ഉരുളുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി പൊട്ടിക്കുക, ഭയങ്കരമായ കുസൃതിയും വികൃതിയും വാശികളും കാണിക്കുക. പിന്നെ ചോദിക്കുന്ന കാര്യത്തിന് നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ പ്രതികരിക്കുക. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അവരുടെ അടുത്ത് നമ്മളൊന്നും ചോദിക്കില്ല, നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അഭിപ്രായം അങ്ങ് പറയും. ഇപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ടീച്ചർ പറയാണ് 2 + 2 4, 4 + 4 8, പെട്ടെന്ന് അങ്ങ് പറയും. അടുത്തത് 8 + 8 എത്രയെന്ന് ചോദിച്ചാൽ അടുത്ത 12 എന്നായിരിക്കും ഉത്തരം. പെട്ടെന്ന് അവർ ശ്രദ്ധിക്കത്തില്ല, അങ്ങ് ആൻസർ അങ്ങ് പറയുകയാണ്. ഏതിനെന്നുള്ള രീതിയിലല്ലാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഏത് കാര്യത്തിനും അങ്ങ് പ്രതികരിക്കുക. അങ്ങനത്തെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ഇമ്പൾസിവിറ്റിയിൽ കൂടുതലായിട്ടുള്ളത്.
മൂന്നാമത്തെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ രണ്ടിന്റെയും കമ്പൈൻഡ് ഫോം ആയിരിക്കും. ഇൻഅറ്റൻറ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, ഇമ്പൾസിവിറ്റി ഉണ്ടായിരിക്കും. ഈ 3 സിംറ്റംസും ഒരുമിച്ച് കാണുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പീക്ക് ലെവലിലെ ADHD സിംറ്റംസ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള കുട്ടികളുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുക, കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം മാത്രം ഉറപ്പിക്കുക നിങ്ങളുടെ കുഞ്ഞിന് ADHD ആണെന്നുള്ളത്. അപ്പോഴേ സൈക്കോളജിസ്റ്റ് ആയാലും കൗൺസിലർ ആയിരുന്നാലും ആദ്യം പാരൻസിന്റെ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള തെറാപ്പികളെല്ലാം പാരൻസിനും ആദ്യം തരും. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള തെറാപ്പികളും തരുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് ഈ സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ അത് എക്സാമിൻ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് അമിതമായ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ട് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം ഉറപ്പുവരുത്തുക നിങ്ങളുടെ കുഞ്ഞിന് ADHD ആണെന്നുള്ളത്. അങ്ങനെ ADHD ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. എന്താണ് ADHD നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന റീസൺസ് എന്ന് പറഞ്ഞ പഠനങ്ങൾ പറയുന്നത് അവർ ബ്രെയിൻ സെൽസ് നീഡ് സർട്ടൺ കെമിക്കൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അതിൽ പ്രധാനപ്പെട്ട 2 കെമിക്കൽസ് എന്ന് പറയുന്നത് ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ. ഇതിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കലാണ് നമ്മുടെ ഏകാഗ്രതയ്ക്ക്, അതായത് കോൺസെൻട്രേഷന് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ സഹായിക്കുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കൽസിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്, ഏകാഗ്രത, കോൺസെൻട്രേഷൻ, ഫോക്കസ് ഇല്ലായ്മയ്ക്കൊക്കെ കാരണം. പിന്നെയുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യമായിരിക്കാം, പാരമ്പര്യം കൊണ്ടുണ്ടാകാം. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ടൊബാക്കോയോ ആൽക്കഹോളോ ഒക്കെ ഇപ്പം മദർ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണമാകാം. പ്രീമെച്വർ ഡെലിവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണമാകാം. ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണമാകാം. ഓരോ ആൾക്കാർക്കും ഓരോ കുഞ്ഞുങ്ങളിലും ഓരോ റീസൺസ് കാരണമായിരിക്കും. അതൊക്കെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് അതിനോട് ബിഹേവിയറിനുള്ള റീസൺ എന്നും കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ADHD ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ADHD ആണ് നിങ്ങളുടെ കുഞ്ഞിനൊന്ന് എക്സാമിൻ ചെയ്ത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പികൾ ചെയ്യുക, ഓക്കുപേഷണൽ തെറാപ്പി ചെയ്യുക. പിന്നെ പാരന്റ് ഷുഡ് ചേഞ്ച്, പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ ഉണ്ടായിരിക്കും. അതായിരിക്കും ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കുഞ്ഞിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത് ഡിജിറ്റൽ ഗാഡ്ജറ്റ് അഡിക്ഷൻ, പിന്നെ ലഹരി പദാർത്ഥങ്ങളിലുള്ള അഡിക്ഷൻ, ഇങ്ങനെയുള്ള അഡിക്ഷനിലെ ഫോൺ അഡിക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. കാര്യം ഈ മൊബൈൽ ഉപയോഗം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അവർ കൂടുതലും ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നുള്ള ലെവലിലേക്ക് പോകും. അതിനൊന്നും പോകാൻ അനുവദിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക. എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, കൗൺസിലിംഗോ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്